ദൈവത്തിന് സ്തുതി. മരുതാങ്കര ഇടയിൽ വന്നിട്ട് ഇത് 6ാമത്തെ ബൈബിൾ കൺവെൻഷനാണ് നടക്കുന്നത്. ഓരോ പ്രാവശ്യം ഇത് നടക്കുമ്പോൾ അതിൻ്റെ ദൈവകൃപ ഈ പ്രദേശത്തെ എല്ലാം ധന്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ശുശ്രൂഷകർ ഓരോ വർഷവും എണ്ണത്തിൽ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയും അവരുടെ ആത്മാർത്ഥതയും സഹകരണവും കൂട്ടായ പ്രവർത്തനവും എല്ലാം വലിയൊരു സന്ദേശം നൽകുന്ന അനുഭവമായിട്ട് മാറുന്നുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു എന്നുള്ള അനുഭവമാണ് അവരെ ഇതേ രീതിയിൽ ഒരുമിച്ച് ചേർക്കുകയും സഹകരിച്ച് പ്രവർത്തിക്കുവാനും ത്യാഗമനോഭാവത്തോടുകൂടി പെരുമാറുവാനും പ്രേരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരുക്കവും ആരാധന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാം വഴി ഒത്തിരിയേറെ ഒരുക്കം ഇതിന് മുന്നോടിയായിട്ട് നടക്കുന്നുണ്ട്. ഈ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചതിന് ശേഷം ഈ 6 വർഷക്കാലത്തെ അനുഭവം നോക്കിയാൽ ഈ പ്രദേശം വളരെ ശാന്തമായി സ്വസ്ഥമായി കഴിയുന്ന ഒരു പ്രദേശമായിട്ട് തോന്നുന്നു. പ്രകൃതിക്ഷോഭങ്ങളോ അത്യാഹിതങ്ങളോ അപകടങ്ങളോ ഒന്നും ഉണ്ടായ അനുഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ നല്ല കാലാവസ്ഥയും മഴയും വെയിലുമെല്ലാം കണക്കിന് കിട്ടിക്കൊണ്ട് നല്ല സ്വസ്ഥമായ ശാന്തമായൊരു കാലാവസ്ഥയും സമാധാനപൂർണമായൊരു ജീവിതവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ സംബന്ധിക്കുന്ന മനുഷ്യർക്കും ഒത്തിരിയേറെ ദൈവകൃപ ലഭിക്കുന്ന അനുഭവമായിട്ട് ഇത് നിലകൊള്ളുന്നു. മിശിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമുക്ക് വിശ്വാസം ദൈവം നൽകിയിട്ടുള്ളതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അവിടുത്തെ കൃപയിൽ എപ്പോഴും ആശ്രയിക്കുക. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ അപ്പസ്തോലൻ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. വിശ്വാസം മൂലം കൃപയാലാണ് ഇത് നിങ്ങൾക്ക് ലഭിച്ചത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് പ്രവൃത്തികളുടെ ഫലമേ അല്ല, അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കരുത്. അതാണ് അപ്പസ്തോലൻ നമ്മോട് പങ്കുവെക്കുക. എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ വലിയ സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ട് നമുക്ക് ലഭിച്ചതാണ് എല്ലാം. നമുക്കുള്ളതെല്ലാം, നമ്മുടെ ജീവൻ, നമുക്ക് അവിടെ നൽകിയിട്ടുള്ള എല്ലാ കഴിവുകൾ, സാമ്പത്തികമായ സുസ്ഥിതി എല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമായിട്ട് തിരിച്ചറിയാം. വിശ്വാസം മൂലം കൃപയാലാണ് നമുക്കിതെല്ലാം ലഭിച്ചിരിക്കുന്നത്. നാം ഒന്നും തന്നെ നേടിയെടുത്തിട്ടേയില്ല. ആരെങ്കിലും ചിലപ്പോൾ വിചാരിക്കും ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ്, ശ്രദ്ധേയമായിട്ടുള്ള നേതൃത്വം നൽകിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഇതെല്ലാം ഭംഗിയായത്, ഞാൻ നല്ലൊരു കൃഷിക്കാരനായി തീർന്നത്, ഞാൻ നല്ലൊരു അധ്യാപകനായി തീർന്നത് എന്നെല്ലാം നാം തെറ്റായിട്ട് വിചാരിക്കും. ഒന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. നമുക്ക് ജീവിത സാഹചര്യങ്ങൾ അത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. എല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപ. അപ്പോൾ വിശ്വാസം മൂലം കൃപയാലാണ് നമുക്കെല്ലാം ലഭിച്ചിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ ഒരു കൊച്ചു സംഭവം നമ്മെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ആകർഷിക്കുന്നതാണ്. എപ്പോഴും ആകർഷിച്ചിട്ടുള്ളതാണ്, നാം ധ്യാനിക്കാറുള്ളതാണ്. ലാബാൻ്റെ അടുത്ത് നിന്ന് യാക്കോബ് തിരികെ പോരുകയാണ് ഏസാവിൻ്റെ അടുത്തേക്ക്. തൻ്റെ നിയോഗമെല്ലാം, അവിടുത്തെ നിയോഗമെല്ലാം കഴിഞ്ഞ് തിരികെ പോരുന്ന സംഭവങ്ങൾ. അവിടെ നദിയുടെ കരയ്ക്കെത്തിക്കഴിഞ്ഞ് ഏസാവിനടുത്തേക്ക് പോകുന്നതിന് മുൻപ് ചില തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ഏസാവ് കാത്തിരിക്കുന്നുണ്ടാവും തന്നോട് പ്രതികാരം ചെയ്യാൻ എന്ന് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് യാക്കോബ്. അതുകൊണ്ട് നല്ല പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ഏത് പ്രതിസന്ധിയെയും കീഴടക്കാൻ ഒന്ന് പ്രാർത്ഥിച്ച് കളയാം. അതായിരിക്കാം യാക്കോബ്. തൻ്റെ ഭാര്യമാരെയും മക്കളെയും സ്വത്തും എല്ലാം പുഴയ്ക്ക് അക്കരെ കടത്തി വിട്ടു. അതിനുശേഷം ആ രാത്രിയിൽ പുഴയ്ക്ക് ഇക്കരെ തങ്ങുകയാണ് യാക്കോബ് ചെയ്യുന്നത്. അത് പ്രാർത്ഥിക്കുവാനാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ദൈവത്തോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബിന് ലഭിക്കുന്ന വലിയ ദൈവാനുഭവം നമുക്ക് നന്നായിട്ടറിയാം. ഒരു വലിയ മൽപ്പിടുത്തം, ദൈവവുമായിട്ട് വലിയൊരു മൽപ്പിടുത്തം നടത്തുകയാണ്. ആ മൽപ്പിടുത്തത്തിൽ വിജയിക്കുന്നത് യാക്കോബ് തന്നെയാണ് എന്ന് നമുക്കറിയാം. യാക്കോബ് വിജയിച്ച് കഴിയുമ്പോൾ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ യാക്കോബ് പറയും, എൻ്റെ പേര് യാക്കോബ്. ഉടനെ ദൈവം അവനോട് പറയുന്നുണ്ട്, നിൻ്റെ പേര് ഇനിമേൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും. കാരണം
നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. 32:27 നാം വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു, യുദ്ധം ചെയ്ത് വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഇനി യാക്കോബല്ല, ഇസ്രായേലായിരിക്കും. യാക്കോബിനെ പോലെ ഏകാന്തതകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവുമായിട്ട് ഒന്നായി ചേർന്ന് ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കുവാനുള്ള ഒരു വെല്ലുവിളി കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. അതിൽ നാം വിജയിക്കുന്നതനുസരിച്ചാണ് നമുക്ക് സന്തോഷം, ദൈവീകമായ ആത്മീയമായ സന്തോഷം ലഭിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. ഈശോ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കേണ്ടത്, യുദ്ധം ചെയ്ത് ജയിക്കേണ്ടത്. അത് ഈശോ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ്റെ ചിത്രം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, നോക്ക്, നിങ്ങൾ എന്ത് കാണുവാനാണ് മരുഭൂമിയിലേക്ക് പോയത്? വിശേഷ വസ്ത്രങ്ങൾ ധരിച്ചവനെ കാണുവാനാണോ? തീർച്ചയായിട്ടുമല്ല എന്ന് നിങ്ങൾക്കറിയാം. പിന്നെയോ ഒരു പ്രവാചകനെ, ഈ ലോകം ശൂന്യതയുള്ളതാണെന്നും നശ്വരമാണെന്നും തിരിച്ചറിഞ്ഞ വലിയ ഒരു പ്രവാചകനെ കാണുവാനല്ലേ നിങ്ങൾ അവിടെ പോയിട്ടുള്ളത്? അതെ, തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ ഏറ്റവും വലിയവൻ തന്നെയാണ് യോഹന്നാൻ. എന്നാൽ സ്വർഗത്തിൽ അവൻ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അതിനുശേഷം ഈശോ ഒരു പ്രസ്താവന നടത്തുന്നു. ആ പ്രസ്താവനയാണ് ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കുക എന്നുള്ളത്. യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. ദൈവത്തോടും മനുഷ്യരോട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈശോ ഈ വാക്കുകളിലൂടെ പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് കീഴടക്കുന്നു. അപ്പോൾ വെറുതെ ഇരിക്കുന്നവർക്ക് ഈ സ്വർഗരാജ്യം കിട്ടുകയില്ല. അപ്പോൾ കുട്ടികൾ ഓർക്കും കരാട്ടെ പഠിക്കണമെന്ന്. കരാട്ടെ പഠിച്ചാൽ സ്വർഗത്തിൽ പോകും അല്ലേ? ബലപ്രയോഗം, നല്ല കരാട്ടെ പഠിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകാമെന്ന് യുദ്ധം ചെയ്യുക എന്നാൽ ആത്മീയമായിട്ടുള്ള സമരമാണ് ഇവിടെ ഉദ്ദേശിക്കുക. യഥാർത്ഥത്തിൽ ബലപ്രയോഗം നടത്തുന്നത് ഏത് രീതിയിൽ? ഈശോ ദൈവത്തോടും മനുഷ്യരോടും ബലപ്രയോഗം നടത്തുന്നത് നിരവധി അവസരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മരുഭൂമിയിൽ ഈശോയുടെ പ്രലോഭനങ്ങൾ ദൈവത്തോടുള്ള ഒരു മൽപ്പിടുത്തം തന്നെയാണ്. ദൈവത്തോടുള്ള ഒരു കടുത്ത മൽപ്പിടുത്തത്തിൽ ഈശോ അവിടെ വിജയിക്കുന്നത് കാണുവാൻ സാധിക്കും. വീണ്ടും ആ മൽപ്പിടുത്തം ജീവിതത്തിൽ മുഴുവനും ഒന്നിനു പുറകെ ഒന്നായിട്ട് ധാരാളം അവസരത്തിൽ കാണുകയാണ്. അവിടെ അവസാനം ഗത്സമൻ തോട്ടത്തിൽ വെച്ച് വൈ ഹാവ് യു ഫോർസേക്കൺ മീ എന്നുള്ള യേശുവിൻ്റെ ചോദ്യമുണ്ട്. നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളൊരു ചോദ്യം ദൈവത്തോടുള്ള മൽപ്പിടുത്തത്തിൻ്റെ അവസാന നിമിഷമാണ്. നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? വൈ ഐ മസ്റ്റ് ഡൈ എന്നുള്ള യേശുവിൻ്റെ ഒരു ചോദ്യമാണ്. ഞാൻ എന്തിനു മരിക്കണം? ആ ചോദ്യം ദൈവത്തോടുള്ള ഒരു മൽപ്പിടുത്തമാണ് യേശു നടത്തുന്നത്. അവിടെയും ഈശോ വിജയിക്കുകയാണ്. ഇനി എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അപ്പോൾ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവത്തോടുള്ള ഒരു മൽപ്പിടുത്തം ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. അതിൽ വിജയിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യരോടും മൽപ്പിടുത്തം നടത്തിക്കൊണ്ടാണ് ഈശോ വിജയിക്കുന്നത്. മുഖത്തടിക്കുമ്പോൾ നീ എന്തിനെൻ്റെ മുഖത്തടിച്ചു എന്ന് ചോദിക്കുന്ന ഈശോ, കർത്താവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരോട് മല്ലിട്ട് ജയിക്കുന്ന ഈശോയുടെ മനോഹരമായൊരു ചിത്രം നമ്മുടെ മുൻപിലേക്ക് തെളിഞ്ഞു വരികയാണ്. നമുക്ക് ഓരോരുത്തർക്കും ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറയുന്ന യേശുവിൻ്റെ മനോഭാവം പൂർണ്ണമായി തെളിഞ്ഞു കാണുന്നു ഈ സംഭവങ്ങളിൽ. ആഹ്വാനം സ്വീകരിച്ചിട്ടുള്ള നമുക്ക് യേശുവിൻ്റെ ഈ മനുഷ്യരോടുള്ള മൽപ്പിടുത്തം അത് നമുക്ക് മാതൃകയായിട്ട് നിൽക്കുക. അപ്പോൾ യാക്കോബിനോട് ദൈവം പറഞ്ഞ് നീ മനുഷ്യരോടും ദൈവത്തോടും മല്ലിട്ട് ജയിച്ചു. ഈശോ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ചിത്രം കൃത്യമായി നമുക്ക് നൽകുകയാണ്. ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഈ അവസരത്തിൽ, ഈ വേളയിൽ ബൈബിളിലുടനീളം പരിശോധിച്ചാൽ ധാരാളം സംഭവങ്ങൾ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന ആളുകളെ തുടക്കം മുതൽ തന്നെ കാണുവാൻ സാധിക്കും. കായൻ മനുഷ്യരോട് മല്ലിട്ട്, ആബേലിനോട്
മല്ലിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് കായൻ. അവൻ പരാജയപ്പെട്ടു പോവുക, അവൻ മനുഷ്യനോടാണ് മല്ലിട്ടത്. അവനിൽ അസൂയ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ, അവനിൽ സഹോദര സ്നേഹമില്ലാതെ ആയിപ്പോയപ്പോൾ അവൻ മനുഷ്യനോട് മല്ലിട്ട് അവൻ തോറ്റുപോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മല്ലിട്ട് ജയിക്കുന്ന ധാരാളം ചിത്രങ്ങൾ ജോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. മനുഷ്യരോടും ദൈവത്തോടും മല്ലിട്ട് ജയിക്കുന്ന ജോബ് ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ആദ്യ ഭാഗത്ത് വളരെ വിജയിച്ച് നിൽക്കുകയാണ്. 2 ചിത്രങ്ങളും ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് തെളിഞ്ഞു കാണുന്നുണ്ട്. ഭാര്യ, മക്കള്, സ്വത്ത് എല്ലാം നഷ്ടപ്പെട്ടു, രോഗിയായി തീർന്നു, ഒന്നുമില്ലാത്തവനായി തീർന്നു. അവന് ദൈവത്തോടും മനുഷ്യരോടും മല്ലിടുന്ന അവസരമാണ്, ശക്തമായിട്ടുള്ള അവസരം. ആ അവസരത്തിൽ അവൻ വിജയിക്കുകയാണ്. ദൈവം തന്നു, ദൈവം എടുത്തു. ഞാൻ നഗ്നനായി ഭൂമിയിലേക്ക് വന്നു, ഞാൻ നഗ്നനായി തിരികെ പോകുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ വിജയിക്കുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെല്ലാം കടന്നു വരുമ്പോൾ സുഹൃത്തുക്കൾ അവൻ്റെ നീതിയുടെ പ്രവൃത്തികൾ, ഭക്തിയുടെ പ്രവൃത്തികൾ, സഹോദര സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, ആത്മീയ ജീവിതത്തിൻ്റെ ശൃംഖത്തിൽ നിൽക്കുന്ന അവൻ്റെ ജീവിതം, ഇതെല്ലാം എടുത്തു കാണിക്കുമ്പോൾ അവൻ സ്വയം തോറ്റുപോകുന്ന ചിത്രം നമുക്ക് ജോബിൽ കാണുവാൻ സാധിക്കും. അവന് ഞാൻ ഇത്രയധികം ചെയ്തു. ഒരാൾ ഏറ്റവും കൂടുതൽ ജയിക്കുക എപ്പോഴും ശത്രുക്കളോട് മല്ലിടുമ്പോൾ ജയിക്കുന്നതാണ് അവൻ്റെ ആത്മീയതയിൽ ഏറ്റവും ഉയർന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ആത്മീയ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഏറ്റവും എളുപ്പ വഴിയാണ് ശത്രുക്കളോട്, നമ്മെ ഇഷ്ടമില്ലാത്തവരോടുള്ള നമ്മുടെ മനോഭാവം. ഇഷ്ടമില്ലാത്തവരെ സ്നേഹിക്കാൻ എനിക്ക് എപ്പോൾ സാധിക്കുന്നു അപ്പോൾ നാം മനുഷ്യരോട് മല്ലിട്ട് ജയിക്കുകയാണ്. അത് ഏത് ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന എല്ലാവരിലും അത് കാണുവാൻ സാധിക്കും. അത് ഭംഗിയായിട്ട് നമ്മുടെ ജീവിതത്തിലും നിരീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന എത്രയോ ആളുകളാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കൊടിവാളുമായിട്ട് നിൽക്കുന്ന ആളുകളൊന്നുമല്ല ശത്രുക്കൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അനുദിന ജീവിതത്തിൽ നാം പറയുന്ന കാര്യങ്ങൾ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, നമ്മുടെ ഉള്ളിൽ വെറുപ്പ് നിറയുന്നു, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, അവരെല്ലാം ശത്രുക്കളാണ്. അവരെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ ഞാൻ മല്ലിട്ട് മുൻനിരയിൽ നിൽക്കും. ജോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ശത്രു എനിക്കെതിരെ എഴുതിയിട്ടുള്ള ആരോപണങ്ങൾ ഞാൻ എൻ്റെ തോളിൽ വയ്ക്കും, അവ എൻ്റെ ശിരസിൽ ഒരു കിരീടം പോലെ ഞാൻ സൂക്ഷിക്കും. അവനെ ഞാൻ കാണുമ്പോൾ ഒരു രാജകുമാരനെ പോലെ ആലിംഗനം ചെയ്യും. ഇതാണ് ജോബ് പറയുന്നത് ശത്രുവിനെ കുറിച്ച്. ശത്രു എനിക്ക് എതിരെ എഴുതിയിട്ടുള്ള ആരോപണങ്ങൾ അതെൻ്റെ തോളിൽ ഞാൻ എൻ്റെ ഒരു ആഭരണമായിട്ട് തന്നെ ഞാൻ എന്നെ സൂക്ഷിക്കും, എൻ്റെ തോളിൽ വയ്ക്കും. ഞാൻ എന്നെ ആരെങ്കിലും നമ്മെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നാം മൂടി വെക്കാനല്ലേ പരിശ്രമിക്കുക. ജോബ് പറയുകയാണ്, ഏത് ശത്രു എനിക്കെതിരെ ആരോപണം കൊണ്ടുവന്നോട്ടെ, ആ ശത്രു എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഞാൻ എൻ്റെ തോളിൽ വയ്ക്കും. ഞാനതെടുത്ത് എൻ്റെ ശിരസിൽ ആരോപണങ്ങൾ ഉള്ള ഒരു കിരീടം പോലെ ഞാൻ സൂക്ഷിക്കും. എല്ലാവരും കാണട്ടെ എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ. അവനെ കാണുമ്പോഴോ മുഖം തിരിക്കുകയില്ല, അവനെ ഞാൻ ഒരു രാജകുമാരനെ പോലെ ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് അവനെ ഞാൻ സ്വീകരിക്കുകയും അവന് വേണ്ടി സദ്യ ഒരുക്കുകയും ഒരു രാജകുമാരൻ്റെ ബഹുമാനത്തോടു കൂടി അവനെ ഞാൻ ആലിംഗനം ചെയ്യുകയും ചെയ്യും. ഇത്രയും പറയുന്ന ജോബാണ് ആത്മീയതയിൽ ഉയർന്നു നിൽക്കുന്ന ജോബ്. തന്നെ നീതീകരിക്കുമ്പോൾ അവൻ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ദൈവം ജോബിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അത് നമ്മോടെല്ലാവരോടും ചോദിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും നമുക്ക് കാണേണ്ടതാണ്. ജോബിനോട് ചോദിക്കുന്നുണ്ട്, ജോബേ, ആഴത്തിനാഴം നൽകിയത് നീയാണോ? കാട്ടാറിന് സംഗീതം നൽകിയത് നീയാണോ? ആകാശത്തിന് നീലിമ നൽകിയത് നീയാണോ? കലമാനു വേഗത നൽകിയത് നീയാണോ? ഈ പ്രപഞ്ചത്തിൻ്റെ അടിത്തറയിട്ടപ്പോൾ നീ എവിടെയുണ്ടായിരുന്നു? ഇത്തരം ചോദ്യങ്ങൾക്ക് കേൾക്കുമ്പോൾ ജോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വായ് പൊത്തുന്നു, ഇന്നേ വരെ ഞാൻ നിന്നെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ഇതാ ഇപ്പോൾ നിൻ്റെ മുഖം ഞാൻ ദർശിച്ചിരിക്കുന്നു എന്നാണ് ജോബ് പറയുന്നത്. അവിടെ ഒരു അവസരത്തിൽ ദൈവത്തോട് മല്ലിട്ട് വിജയിക്കുന്ന ജോബ്, മനുഷ്യരോട് മല്ലിട്ട് വിജയിക്കുന്ന ജോബ് ചില അവസരങ്ങളിൽ പരാജയപ്പെടുന്നു. അത് സഹനത്തിൻ്റെ മുൻപിലാണ്. സഹനത്തിന് മുൻപിൽ ഒരു നിമിഷം പരാജയപ്പെടുന്ന ഒരു ജോബിൻ്റെ ചിത്രം നമുക്ക് കാണുക. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മുഖം കാണുന്ന മനോഹരമായൊരു ആധ്യാത്മികത കൂടി ജോബിൻ്റെ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് നമ്മുടെ മുൻപിൽ നമുക്കായിട്ട് എഴുതി നൽകുന്നുണ്ട്. അതാണ് ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് വിജയിക്കുന്ന ചിത്രങ്ങൾ.
നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് പരാജയപ്പെടുന്നവരും വിജയിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. നമുക്കത് വിജയിക്കുവാൻ സാധിക്കണം. ദൈവം നൽകുന്ന പരീക്ഷണങ്ങൾ വിവിധ രീതികളിൽ നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ, അതിൽ നാം പരാജയപ്പെടാൻ പാടില്ല. അതൊരു പക്ഷേ നമ്മുടെ നാണ്യവിളകളെല്ലാം അതിൻ്റെ വിലയെല്ലാം നഷ്ടപ്പെട്ടു പോയതായിരിക്കാം, പ്രകൃതിയിൽ നിന്നുള്ള ദുരന്തങ്ങളായിരിക്കാം, അതിവൃഷ്ടിയായിരിക്കാം, ഏത് രീതിയിലുള്ളതും രോഗങ്ങളായിരിക്കാം. എല്ലാം ദൈവം നൽകുന്ന പരീക്ഷണങ്ങളായിട്ട് കണ്ടിട്ട് അതിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ അവസാനത്തെ വചനങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരം കായ്ക്കുന്നില്ലെങ്കിലും, വയലിൽ ധാന്യം വിളഞ്ഞില്ലെങ്കിലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, തൊഴുത്തിൽ കന്നുകാലികളില്ലെങ്കിലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും, അവിടുന്നാണ് എൻ്റെ ബലം എന്ന് പറയുന്ന ഹബക്കൂക്കിൻ്റെ പ്രവാചകൻ്റെ ചിത്രം. അത് ദൈവത്തോട് മല്ലിട്ട് ജയിക്കുന്ന ഒരു ആത്മീയ വിശ്വാസിയുടെ ചിത്രമാണ് കാണുക. എല്ലാം നഷ്ടപ്പെടുമ്പോഴും തന്നെ അതിൽ ദൈവത്തോട് മല്ലിട്ട് വിജയിക്കുക. മനുഷ്യരോടും മല്ലിടുന്നതാണ് എല്ലാ വിശുദ്ധരുടെയും ജീവിതം. നമുക്ക് ആരുടെ ജീവിതം എടുത്താലും നമ്മെ പഠിപ്പിക്കുന്നതാണ്. മല്ലിട്ട് ജയിക്കുവാൻ നമുക്ക് സാധിക്കണം, അതിൽ വിജയം വരിക്കുവാൻ സാധിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു ജീവിതമാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തുകയാണ് പലപ്പോഴും. അത് ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് അത് സാധിക്കുക. ഒരു വലിയ വിശുദ്ധനാണ് എന്ന് നമുക്കറിയാം. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അദ്ദേഹം സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്പാടെ തന്നെ ജീവിതത്തിലും പകർത്തിയിട്ടുള്ള വ്യക്തിയാണ്. പൂർണ്ണമായിട്ടും അത് പകർത്തി. ആ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, അത് സുവിശേഷത്തിൽ എന്താണോ ഉള്ളത്, യേശു എങ്ങനെയായിരുന്നു, അത് പൂർണ്ണമായിട്ടും അതേപടി പകർത്തുവാനുള്ള കൃപ ദൈവം അദ്ദേഹത്തിന് നൽകി. മാതൃകയായിട്ട് നമുക്ക് ജീവൻ നൽകുന്നതിനായിട്ട്, സമൃദ്ധി നൽകുന്നതിനായിട്ട് അവിടുന്ന് ദൈവം നമുക്ക് നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സംഭവം ഇതാണ്. വളരെ കുറഞ്ഞ 48 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചുള്ളൂ. 23 വയസ്സ് വരെ ലൗകികമായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. അതിനുശേഷം പിന്നീട് 48 വരെ വളരെ ഹ്രസ്വമായിട്ടുള്ള വർഷങ്ങൾ. അതിൽ ആദ്യത്തെ കാലഘട്ടങ്ങളെല്ലാം ദൈവത്തിൽ നിന്നുള്ള അനുഭവങ്ങളുടെ പിന്നാലെ പോയി തുടർന്ന് ശിഷ്യന്മാരെ സ്വീകരിക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ ധാരാളം ശിഷ്യന്മാർ, ഇഷ്ടം പോലെ സന്യാസ ആശ്രമങ്ങൾ, 5000-ത്തിലധികം സന്യാസികൾ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ സന്യാസ സമൂഹത്തിൽ ചേർന്നു എന്നുള്ളത് നാം ഓർക്കണം. ദൈവത്തിൻ്റെ വഴികൾ എത്രയോ അത്ഭുതകരമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ധാരാളം പ്രൊവിൻസുകൾ സ്ഥാപിച്ചു, ധാരാളം സന്യാസികൾ അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ റോമിൽ പോയി നിയമാവലി തയ്യാറാക്കി, എല്ലാം തയ്യാറാക്കി, അങ്ങനെ എല്ലാവർക്കും മാതൃകയായിട്ട് ജീവിക്കുന്ന വിശുദ്ധൻ. ഒരു ദിവസം വിശുദ്ധന് റോമിൽ നിന്ന് നിയമാവലിയുടെ കോപ്പി എല്ലാം തയ്യാറാക്കി മാർപ്പാപ്പയുടെ അടുത്ത് ചെന്നപ്പോൾ മാർപ്പാപ്പയ്ക്ക് ആദ്യം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഒരു ഭിക്ഷാന്തേഹിയെ പോലെ, ഒരു സാധാരണക്കാരനെ പോലെ ഇങ്ങോട്ട് കയറി വരുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന ആർക്കും സാധിച്ചില്ല. എന്നാൽ മാർപ്പാപ്പയ്ക്ക് പ്രത്യേകമായ ദർശനത്തിലൂടെ ഫ്രാൻസിസിനെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം കൊണ്ടുവന്ന ആ നിയമാവലി അംഗീകരിച്ചു. നിയമാവലി എല്ലാം അംഗീകരിച്ചതിന് ശേഷം തിരികെ ചെല്ലുകയാണ്. ഫ്രാൻസിസിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ആളാണ് വിശുദ്ധ ലിയോ. അപ്പോൾ വിശുദ്ധ ലിയോ നിഴൽ പോലെ ഫ്രാൻസിസിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു. അവരുടെ അസീസിയിലെ അവരുടെ പ്രധാനപ്പെട്ട ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അകലെ നിന്ന് തന്നെ കേൾക്കാം ശബ്ദം. ഫ്രാൻസിസിന് വിശുദ്ധനെതിരായിട്ട് ഏലിയാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ച വ്യക്തി, എല്ലാവരും വിശുദ്ധൻ കണക്കാക്കുന്നു. 5000-ത്തിലധികം അനുയായികൾ, സന്യാസികൾ. ആ സന്യാസിക്കെതിരെ, ഇത്രയും വിശുദ്ധനായിട്ട് എല്ലാവരും കണക്കുന്ന ആ വ്യക്തിക്കെതിരെ അവരുടെ അംഗങ്ങൾ തന്നെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു യുദ്ധം, പാളയത്തിൽ തന്നെ ഒരു പട. ഫ്രാൻസിസ് കിളവൻ, അവൻ മരിച്ചു പോകട്ടെ, നമ്മുടെ ഈ സന്യാസ സമൂഹത്തെ നശിപ്പിക്കുന്നത് ഫ്രാൻസിസാണ്. അവൻ്റെ ഈ പിന്തിരിപ്പൻ ആശയങ്ങൾ നമുക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അത് നമുക്ക് പുരോഗതിയില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഫ്രാൻസിസിനെതിരെ പറയുക. ഇത് കേൾക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാത്രമല്ല പുറത്തു നിന്ന് കേൾക്കുക, ലിയോയുമുണ്ട്. ലിയോ ഫ്രാൻസിസിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത് ചുവന്നു. ദേഷ്യം കൊണ്ടായിരിക്കാം, വികാരം കൊണ്ടായിരിക്കാം, അത് ചുവന്നു. ഉടനെ ലിയോ ഫ്രാൻസിസിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഫ്രാൻസിസ്, നീ ഇപ്പോൾ അകത്ത് പ്രവേശിക്കരുത്. നീ പ്രവേശിച്ചാൽ
നിന്നെ പറ്റിയുള്ള എല്ലാവരുടെ അഭിപ്രായം അതോടുകൂടി തകർന്നു പോകും. നീ ഒരു വിശുദ്ധനായിട്ടാണ് അംഗങ്ങളും ഈ ജനം എല്ലാം കണക്കാക്കുന്നത്. എന്നാൽ നിൻ്റെ മുഖത്തുള്ള ക്രൂരഭാവം, ദേഷ്യം, അത് നിൻ്റെ മനുഷ്യത്വം അവരുടെ മുമ്പിൽ തെളിഞ്ഞു വരും. നിന്നെ പറ്റിയുള്ള എല്ലാ അഭിപ്രായം. നീ അകത്തേക്ക് പോകരുത്. ഫ്രാൻസിസ് ലിയോയുടെ കൈ തട്ടിമാറ്റിയതിന് ശേഷം ഒരു കൊടുങ്കാറ്റ് പോലെ സമ്മേളന ഹാളിലേക്ക് ചെന്നതിന് ശേഷം ഒരു കസേര ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇട്ടു. എന്നിട്ട് ഏലിയാസിനോട് പറഞ്ഞു, ഏലിയാസ്, നീ ഇപ്പോൾ പറഞ്ഞ വചനങ്ങളെല്ലാം ഞാൻ കേട്ടു. ഈ സന്യാസ സമൂഹത്തിൻ്റെ അധിപൻ എന്ന നിലയ്ക്ക്, ജനറൽ എന്ന നിലയ്ക്ക് എനിക്ക് നിന്നെ പുറത്താക്കാൻ പറ്റും, മഹറോൻ ചൊല്ലാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും കേൾക്കെ ഞാൻ പറയുന്നു, ഇനി ഈ ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ ഏലിയാസ് ആയിരിക്കും. ആർക്കാ അങ്ങനെ പറയാൻ പറ്റുക? വിശുദ്ധർക്ക്. മനുഷ്യരോട് മല്ലിട്ട് ജയിച്ചവൻ വിശുദ്ധ ഫ്രാൻസിസ്. അതാണ്, ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കുവാനാണ് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. അതിനുശേഷം ഫ്രാൻസിസ് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. പിന്നീട് ഒരു കൊച്ചു കുടിലിലേക്ക് പോയി മരിക്കുകയാണ് ചെയ്തത്. മണ്ണിനോട് ചേർന്ന് മരിക്കുകയാണ് ആ ധന്യാത്മാവ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് നമ്മെ അന്ധകാരത്തിൻ്റെ നിമിഷങ്ങളിൽ ഇരുളിലേക്ക് വിളിക്കുകയാണ്, രാത്രിയാമങ്ങളിലേക്ക് വിളിക്കുകയാണ്. പ്രാർത്ഥനയുടെ രാത്രിയാമങ്ങൾ, യേശു പ്രാർത്ഥിച്ച യാമങ്ങളിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. യാക്കോബിനെ പോലെ നമ്മെ ക്ഷണിക്കുകയാണ് ഈ ദൈവത്തോടും മനുഷ്യരോടും മല്ലിടുന്ന നിമിഷങ്ങളെപ്പറ്റി ധ്യാനിക്കുവാൻ അത് ഈ കൺവെൻഷന് സാധിക്കും. നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം. നമ്മൾക്ക് ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് വിജയിക്കുവാൻ നമുക്ക് സാധിക്കണം. പരിച്ഛേദനം ചെയ്തില്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. പിന്നെയോ ഒരു പുതിയ സൃഷ്ടിയാകുക എന്നുള്ളതാണ് പരമപ്രധാനം. അപ്പസ്തോലൻ നമ്മോട് പങ്കുവെക്കുന്ന വാക്കുകൾ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. പരിച്ഛേദനം ചെയ്തില്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. ഒരു പുതിയ സൃഷ്ടിയാകുക. നമുക്കൊരു പുതിയ സൃഷ്ടിയാകും. നമുക്ക് മല്ലിട്ടുകൊണ്ട് ദൈവത്തോട് യുദ്ധം ചെയ്ത് മനുഷ്യരോടും യുദ്ധം ചെയ്ത് നമുക്ക് വിജയം വരിക്കാം. അങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് വിജയിച്ച വ്യക്തിയാണ്. ആ ജീവിതം അടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിന്നിലേക്ക് വചനം കടന്നു വരാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ അസ്വസ്ഥമാകുന്ന ആ മുഖം നമ്മുടെ മനസ്സിൽ നിൽക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന നിമിഷം ദൈവത്തോട് മല്ലിട്ട് വിജയിക്കുകയാണ് പരിശുദ്ധ അമ്മ. നമുക്ക് അമ്മയുടെ ജീവിതവും നമുക്കെന്നും മാതൃകയാണ്. അമ്മയുടെ മാതൃക നമുക്ക് സ്വന്തമാക്കിക്കൊണ്ട് അമ്മയുടെ പിന്നാലെ നമുക്ക് പോകാം. അമ്മയിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാം. എങ്ങനെയാണ് ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കട്ടെ. അവിടെ നമുക്ക് കൂടുതൽ ശക്തി നൽകട്ടെ. ഈ ധ്യാനത്തിൻ്റെ കൺവെൻഷൻ്റെ ദിവസങ്ങൾ കൂടുതൽ കൃപ കിട്ടട്ടെ. നമ്മളുടെ എല്ലാം കർത്താവിനായിട്ട് സമർപ്പിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി നമ്മുടെ വിശ്വാസം സ്ഥിരീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ കൺവെൻഷൻ അവസരങ്ങളിൽ നമുക്കതിന് സാധിക്കും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും നവീകരണം ഉണ്ടാകട്ടെ. ഇതാ നിദ്രവിട്ട് ഉണരേണ്ട സമയമായിരിക്കുന്നു. രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചതിനേക്കാൾ അടുത്തെത്തിയിരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ, അപ്പസ്തോലൻ്റെ തിരുവചനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാ നിദ്രവിട്ട് ഉണരേണ്ട സമയമായിരിക്കുന്നു. അന്ധകാരം കഴിയാറായിരിക്കുന്നു. പകൽ സമീപത്തെത്തി. അതുകൊണ്ട് പകലിന് യോജിച്ച വിധത്തിലുള്ള ആയുധങ്ങൾ ധരിക്കുവിൻ. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ അസൂയയിലോ കലഹത്തിലോ കോപത്തിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ കോപത്തിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ
നിയമി ആരാധന